Hey guys, welcome back to another Misha haul video. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ എന്തെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് ജീൻസാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇതിൻ്റെ ക്വാളിറ്റി ഇത്രയും അടിപൊളിയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ജീൻസ് ഉണ്ട്. അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. പിന്നെ അത് കൂടാതെ എൻ്റെ കൂടെ 2 ടോപ്പുമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ ലേറ്റ് ആക്കാണ്ട് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഈ ഒരു ഡെനിമാണ്. ഇത് ഒരു ലൈറ്റ് വാഷ്ഡ് ജീനാണ്. ഞാൻ ഇതുപോലെയുള്ള ടോപ്പിൻ്റെ വീഡിയോസ് ചെയ്യുമ്പം അതിൽ പെയർ ചെയ്ത ജീൻസിൻ്റെ ലിങ്ക് വെച്ചിട്ട് ഒരുപാട് മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ വീഡിയോ കുറച്ച് വൈറലായിട്ടുണ്ടായിന്. അപ്പോൾ അതിൽ ആ ജീൻസ് വെച്ചിട്ടാണ് അധികം മെസ്സേജും ഉണ്ടായത്. സോ അതിൻ്റെ ലിങ്ക് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഞാനത് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായതാണ്. അപ്പം അതുപോലത്തെ ജീൻസ് ഞാൻ മീഷോയിലുണ്ടോ നോക്കി കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ്. സത്യം പറഞ്ഞാൽ അതേ സെയിം ക്വാളിറ്റിയും കാര്യങ്ങളിലാണ്, അതേ സെയിം ഫിറ്റുമാണ്. സ്ട്രൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്ലയേഡ് ആയിട്ടുള്ള ജീന്. സോ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അടിപൊളി ക്വാളിറ്റിയാണ്. MK ജീൻസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 3 MK എന്ന് പറയുന്ന ജീൻസിൻ്റെ ആണ്. അപ്പം ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നത്. ഞാൻ ചൂസ് ചെയ്ത സൈസ് 30 ആണ്. സോ നിങ്ങൾ കറക്റ്റ് സൈസ് എടുക്കാൻ നോക്കിയാൽ മതി ഈ ഒരു ജീൻസിൻ്റെത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെത് വേസ്റ്റ് 28 ആണ്. അപ്പം ഞാൻ അധിക ജീൻസും 28 ആണ് എടുക്കൽ. പക്ഷെ മീഷോന്ന് ഒരു സൈസ് എക്സ്ട്രാ ആണ് ഞാൻ ടോപ്പായാലും എല്ലാം എടുക്കൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 30 എടുത്തു. സോ കുറച്ച് ലൂസാണ് എനിക്ക്. പക്ഷേ ഇത് ബെൽറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇങ്ങനെ സ്ട്രൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഫ്ലെയർഡ് ആയിട്ടുള്ള ജീനാണ്. ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും സൈഡിൽ കൊടുക്കാം. ഇങ്ങനെയാണ് വരുന്നത്. നല്ല അടിപൊളി പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഗുഡ് ക്വാളിറ്റി. സ്ട്രെച്ചബിൾ ജീനല്ല, എന്നാൽ നല്ല അടിപൊളി ജീനുമാണ്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് വൺ. ദിസ് വൺ ഈസ് മൈ ഫേവറേറ്റ്. സെക്കൻഡ് വണ്ണും MK ജീൻസിൻ്റെ തന്നെയാണ്. ഒരു ഡാർക്ക് ഡെനിമാണ് ഇത്. പക്ഷേ നോർമൽ ഡെനിമല്ല, ഒരു കാർഗോ ജീനാണ്. കണ്ടോ, നമുക്ക് മനസ്സിലാവും. സൈഡിൽ ഇങ്ങനെ പോക്കറ്റ് വരുന്നതാണ്. ഇത് ഞാൻ ഇങ്ങനെയുള്ള ഒരു ജീന് വാങ്ങണം എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു ജീന് കണ്ടത്, ഓർഡർ ചെയ്തത്. സോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫിറ്റ് എനിക്ക് അടിപൊളിയാണ്. ഇതിൻ്റെ സൈസ് 28 ആണ് ഞാൻ ചൂസ് ചെയ്തത്. കറക്റ്റാണ് എനിക്ക് ഫിറ്റ്. സോ നിങ്ങൾക്ക് കറക്റ്റ് സൈസ് തന്നെ ഈ MK ജീൻസിൽ നിന്ന് കിട്ടും. ഒരു സൈസ് അപ്പ് എടുക്കണം എന്നില്ല. 28 എടുത്തപ്പോൾ എനിക്ക് കറക്റ്റാണ്. മറ്റേത് കുറച്ച് ലൂസാണ്. അപ്പം ഇത് എന്താ പറയുക, ഇതിൻ്റെ പാറ്റേണും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫ്രണ്ടിലെ പോക്കറ്റ് ഇങ്ങനെ ലോങ് ആയ പോലെ കൊടുത്തിട്ട്, പിന്നെ ഇതും ഒരു ഏകദേശം സെയിം ഫ്ലയേഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ഫിറ്റ് ജീൻസാണ്. നല്ല ഡാർക്ക് ഡെനിമ. എനിക്കൊന്ന് ഇതിൻ്റെ 2 കളേഴ്സില്ല അങ്ങനെ എന്തോ അവൈലബിൾ ആണ്. മറ്റേതിൻ്റെയും ഡാർക്ക് വെല്ലും അവൈലബിൾ ആണ്. അപ്പം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നത് എന്തിൻ്റെയെന്ന് വെച്ചാൽ എൻ്റെ വിഷ് ലിങ്കിൻ്റെ ലിങ്കാണ് ഞാൻ കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു പേജാണ്. ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ട് ലിങ്ക് കാണുന്നില്ലല്ലോ. ആ വിഷ് ലിങ്ക് എന്ന് പറയുന്ന ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിട്ട എല്ലാ വീഡിയോസിലും പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. യൂട്യൂബിലിടാത്ത ഒരുപാട് വീഡിയോസ് ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കാണാനും പറ്റും. ആ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സിൻ്റെ ഓരോ റേറ്റും കാര്യങ്ങളും ലിങ്കും എല്ലാം കിട്ടും. അപ്പം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓരോ വീഡിയോ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഡയറക്റ്റ് മീഷോൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ മീഷോയിലേക്ക് പോവും, അജിയോൻ്റെതാണെങ്കിൽ അജിയോയിലേക്ക് പോവും, മിന്ത്രയിലേക്കാണെങ്കിൽ മിന്ത്രയിൽ. അങ്ങനെയാണ് അതിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. അതിൻ്റെ ലിങ്കാണ് ഞാൻ താഴെ കൊടുക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് ഡെനിമാണ്. ഇത് ഞാൻ കുറച്ച് എന്താ പറയുക ഫ്ലെയർഡ് ആയിട്ടുള്ള ജീനെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയിട്ടുണ്ടായത്. പക്ഷേ വന്നപ്പോൾ എനിക്ക് അത്ര വലിയ ഇത് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ജീനാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ആ ഒരു ഇത് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഇത് MKൻ്റെ അല്ല ജീൻസ്, ഇത് വേറെ ഏതോ ബ്രാൻഡിൻ്റെ ആണ്. പക്ഷേ ക്വാളിറ്റി എന്ന് പറയുന്നത് ടോപ്പ് നോച്ച് തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു
വീതിയാണ് എനിക്കിഷ്ടാവാത്തത്. വീതി ഉണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് എനിക്ക്. അപ്പം ഇതാണ് തേർഡ് വണ്ണ്. ഇത് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ജീനാണ്, അത്രയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റും എനിക്കൊന്ന് ചെറിയ റേറ്റാണ്. മൂന്നും എനിക്കൊന്ന് ഒരു 650 ഉള്ളിൽ വരുന്ന ജീൻസാണ്. ചിലപ്പം ഒരു 10 രൂപ 20 രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ഓഫർ അനുസരിച്ചിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പം റേറ്റും കാര്യങ്ങളും നോക്കിയിട്ട് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ 3 ജീൻസാണ് ജീൻസ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് 2 ടോപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജീൻസിന് ഇടാൻ പറ്റിയ ടോപ്പാണ് ഇതുപോലെയുള്ള കോട്ടൺ ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തകൾ. അപ്പോൾ ഇതുതന്നെയാണ് ഫസ്റ്റ് വണ്, ഈ ഒരു ഗ്രീൻ കളറിൽ വന്ന നല്ല കോട്ടൺ ടൈപ്പ്. ഞാൻ ഇതിന് മുമ്പ് 2-3 ഇതുപോലത്തെ ഇതുപോലത്തെ ടോപ്പ് കാണിച്ചിട്ടുണ്ട്. സോ അതുപോലെയുള്ള സെയിം ടോപ്പ് തന്നെയാണ്. പക്ഷേ ഇത് അത്ര വലിയ ഫുൾ സ്ലീവ് അല്ല, ഒരു 3/4 വരുന്ന ഒരു സ്ലീവാണ്. 3/4 അല്ല, 3/4 ഫുൾ സ്ലീവിൻ്റെയും സെൻട്രലായിട്ട് വരുന്ന ഒരു ഇതാണ്. ഇത് ഒരു കോട്ടൺ മെറ്റീരിയലാണ്, കുറച്ച് സ്റ്റിഫായിട്ടുള്ള കോട്ടൺ അല്ലേ. അലക്കി കഴിഞ്ഞാൽ ചിലപ്പം ഒന്ന് ഒതുങ്ങാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചൂസ് ചെയ്ത സൈസ് മീഡിയമാണ്. ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. ഈ സെക്കൻഡ് ടോപ്പാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇത് നല്ല ഗുഡ് ക്വാളിറ്റിയിലാണ് വന്നത്. ഇതിൻ്റെ മെറ്റീരിയലാണ് എനിക്കിഷ്ടമായത്. നല്ല ലൈറ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ. ഇതിൻ്റെ സ്ലീവ് ഇതുപോലെയാണ് വരുന്നത്, പഫ് സ്ലീവ് ആയിട്ടുള്ള, താഴെ എലാസ്റ്റിക് വരുന്നത്. ബട്ട് ഇത് 3/4 സ്ലീവാണ് കേട്ടോ. ഇത് 3/4 സ്ലീവിലാണ് വന്നത്. ഇതുപോലെ എലാസ്റ്റിക്, നല്ല എലാസ്റ്റിക്കാണ് കേട്ടോ. ഞാൻ ചൂസ് ചെയ്ത സൈസ് മീഡിയം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ ക്ലോത്ത് എല്ലാം അടിപൊളിയാണ്. ഇത് കുറച്ച് എന്താ പറയുക, അവിടെ ഇവിടുന്നൊക്കെ നൂലൊക്കെ കിട്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തതാണ്, അങ്ങനെ ഉണ്ടായിരുന്നു. ബട്ട് ഇതെല്ലാം ഒരു നല്ലൊരു പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിലും കാര്യങ്ങളിലാണ് വന്നത്. ഇതിൻ്റെ കളറും അടിപൊളി കളറ്, നല്ല ഒരു ലെമൺ യെല്ലോയും ഒരു പൗഡർ ബ്ലൂ കളറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മീഷോ ഹോൾ വീഡിയോ. സോ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. സോ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.